ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ്. സദ്യകളിലെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത അതീവ രുചികരമായ ഈ കറി നമുക്കും ഉണ്ടാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 മീഡിയം സൈസിലുള്ള നല്ല കളറുള്ള ബീറ്റ്റൂട്ടാണ്. കളറുള്ള ബീറ്റ്റൂട്ട് അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പച്ചടി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പച്ചടിക്ക് ഒരു കളർ ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കണം. ബീറ്റ്റൂട്ട് ഒന്ന് കുറച്ചൊന്ന് തൊലി പൊളിച്ച് നോക്കണം അത് നല്ല കളർഫുൾ ആണോ എന്ന്. എന്നിട്ട് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ, എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലിന് അടിച്ചാൽ വേവും. അപ്പം നിങ്ങളുടെ കുക്കറിൽ അതിട്ട് ഒത്തിരി വെന്ത് കുഴയൊന്നും വേണ്ട, വെന്താൽ മാത്രം മതി. അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ, അതിലേക്കൊരു 3-4 പച്ചമുളക്, എരിവിനനുസരിച്ച്. ഇതാണ് നമ്മൾ ചേർക്കുന്ന എരിവ്. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് എരിവുള്ളത് ഉപയോഗിക്കാം. പിന്നെ ജീരകം, വെളുത്തുള്ളി, വെള്ളം അധികം ചേർത്തരയ്ക്കരുത്, കാരണം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്കിതിനകത്ത് ചേർക്കേണ്ടത്. ഒരുപാട് വെള്ളമാവാൻ പാടില്ല. അത്രയും നല്ലതായിട്ട് അരച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കുക്കറും ഒന്ന് അടിച്ചു ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് നല്ല പുളിയുള്ള തൈരും ഒന്ന് മിക്സിയിൽ അടിച്ച് അതൊന്ന് മോരാക്കി കട്ടയൊക്കെ വിടിയിച്ച് വെച്ചു. ഇനി നമ്മൾ ചെയ്യണത് ഈ വെന്ത ബീറ്റ്റൂട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അരയ്ക്കരുത്, ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ഒത്തിരി അരഞ്ഞു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കഷ്ണങ്ങൾ കടിക്കാനും കിട്ടണം. ഇതല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് ചെയ്യാൻ കേട്ടോ. അരിഞ്ഞ് ചെയ്യണമെങ്കിലും ചെയ്യാം. എനിക്കിതാണ് ഈസി, അതുകൊണ്ട് ഞാനിത് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് നല്ലപോലെ ചേർന്ന് വറ്റി വരണം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. വെള്ളം നന്നായി വറ്റി വരും. അതുവരെ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റാം. അടി പിടിക്കത്തൊന്നുമില്ല. അങ്ങനെ വെള്ളമൊക്കെ വറ്റി. കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ? ഈ കളറിൽ വന്നാലേ ഈ കറി ലാസ്റ്റ് ആകുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം കളറ് കുറഞ്ഞതുകൊണ്ടൊന്നും പച്ചടി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതിനാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അത് കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തീ അപ്പം തന്നെ ഓഫ് ചെയ്യണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ ഓൺ ചെയ്ത് വെക്കരുത്. ആ കുക്കറിൻ്റെ തിളച്ച് വെക്കുന്ന കറിയിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. ആ ചൂട് മതി തൈരിന്. ഇപ്പം ഞാൻ അപ്പം തന്നെ തീ ഓഫ് ചെയ്യും. ഇനി നമുക്കതിലേക്ക് ഒന്ന് കടുക് താളിക്കാൻ ഞാൻ ഓയിൽ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് കടുകിട്ടു, ജീരകം ഇട്ടു. അത് രണ്ടും പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് താളിച്ചു. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. ഞാൻ നേരിട്ട് കണ്ട ആദ്യത്തെ കവി കടമ്മനിട്ടയാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കട്ടപ്പന അയ്യച്ചാടിയിൽ വെച്ചാണ് അതിനുള്ള അവസരം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ചില വരികളാണ്: വിസ്മയം പോലെ ലഭിച്ച നിമിഷത്തിനർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുക നാം. അല്ലേ, നമുക്ക് നൈമിഷികമായ ഒരു ജീവിതം, ആ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന സമയം നമ്മൾ പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞിരിക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഉള്ള നിമിഷം അർത്ഥം കൊടുത്ത് നമുക്ക് പൊലിപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.